പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI സംഘം അച്ഛൻ ജയപ്രകാശിന്റെയും അമ്മാവൻ ഷിബുവിന്റെയും മൊഴിയെടുത്തു. വൈത്തിരിയിലെ CBI ക്യാമ്പ് ഓഫീസിലാണ് ഇരുവരും മൊഴി നൽകിയത്. അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും സംസ്ഥാന സർക്കാർ കേസില്ലാതാക്കാൻ ശ്രമിച്ചെന്നും ജയപ്രകാശ് പറഞ്ഞു. പോലീസ് അന്വേഷണം നശിപ്പിച്ച് കളഞ്ഞില്ലേ അവർ നശിപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്നായിട്ട് കഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. പോലീസിൻ്റെ കുറ്റമല്ല, ഞാൻ പോലീസിൻ്റെ കുറ്റം പറയണമല്ല. സർക്കാർ എന്നായിട്ട് ഓടിച്ച് അവിടെ അവസാനം ഈ കേസിനെ തന്നെ നാമാവശേഷമായി കളഞ്ഞില്ല. നമുക്ക് സംശയമുള്ള ആൾക്കാരെ, ഇനി സംശയമുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതുവരെയ്ക്ക് എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ അതെല്ലാം ഞാൻ പറഞ്ഞു, എല്ലാം സ്വീകരിച്ചു. ഡോക്യുമെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ സാധനം എല്ലാം കൊടുക്കേണ്ടതെല്ലാം ഞാൻ കൊടുത്തു. അവർക്ക് ചോദിച്ചതിനും എല്ലാം മറുപടി എനിക്കുള്ള എന്തൊക്കെ ഡൗട്ട്, എൻ്റെ കയ്യിൽ എന്തൊക്കെ തെളിവുണ്ട്, അല്ലെങ്കിൽ ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, കൊടുക്കേണ്ട എല്ലാ രീതിയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ പേരുണ്ട് ഏതൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇത് പോലീസ് അന്വേഷണമല്ല, CBI അന്വേഷണമാണ്. അപ്പോൾ അതിൻ്റേതായ സീക്രട്ട് നമ്മളും കാത്തു സൂക്ഷിക്കണം. ശരിക്കും അത് നമുക്ക് പറയണത് ഇപ്പോൾ ശരിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അന്വേഷണം തുടങ്ങിയെന്ന് CBI അറിയിച്ചതോടെ ജയപ്രകാശിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ദീപക് മലയമ്മയാണ് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത്. ദീപക്, ജയപ്രകാശ് പറഞ്ഞിരിക്കുകയാണ്, CBIയോട് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശദമായ രീതിയിൽ പുറത്തു പറയാൻ സാധിക്കില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം തന്നെ CBI ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ജയപ്രകാശ് പറയുന്നുണ്ട്. ബിനിൽ 4.5 മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അല്പം മുൻപ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കുന്ന കാര്യം, നേരത്തെ തന്നെ മാധ്യമങ്ങളുടെ അടുത്തടക്കം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് പൂർണ്ണമായും തന്റെ സംശയങ്ങൾ എന്നുള്ള നിലയ്ക്ക് CBI ധരിപ്പിച്ചു എന്ന് തന്നെയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് പറയാൻ കഴിയില്ല. അത് CBI അന്വേഷണ സംഘത്തിന്റെ മുന്നിലാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു സീക്രസി സൂക്ഷിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രധാനമായും നേരത്തെ തന്നെ രാഷ്ട്രീയ ഇടപെടലൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്നാണ് മറുപടി നൽകിയത്. അതേപോലെ തന്നെ മറ്റ് അക്ഷയ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര്, ഡീനിന്റെ പേരൊക്കെ ഈ കേസിലേക്ക് കൊണ്ടുവരണം, അവരെ പ്രതികളാക്കണം എന്നുള്ള ആവശ്യമൊക്കെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരം കാര്യങ്ങളിലും അദ്ദേഹം അത് CBI സംഘത്തെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ അത് പ്രത്യക്ഷത്തിൽ ആ പേരുകൾ ഉൾപ്പെടെ അദ്ദേഹം പറയുന്നില്ല എന്ന് മാത്രം. ചുരുക്കത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സംശയങ്ങൾ അത് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കൂടി പക്കലുള്ള ചില തെളിവുകളുടെ കൂടി പശ്ചാത്തലത്തിൽ അത് CBI സംഘത്തിനെ ധരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സംശയങ്ങളും കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. CBI അന്വേഷണം വന്നതിൽ പൂർണ്ണമായ തൃപ്തി എന്നുള്ള മറുപടിയാണ് ജയപ്രകാശ് നൽകുന്നത്. അതേസമയം സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ജയപ്രകാശ് ഉന്നയിക്കുന്നത് തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ കേസ് നാമാവശേഷമാക്കുന്നതിന് സർക്കാർ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പോലീസിന് മേൽ കൃത്യമായ സമ്മർദ്ദം ഉണ്ടായില്ല, അതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ CBIയുടെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ നേരത്തെ പോലീസ് തയ്യാറാക്കിയ FIR, അത് ട്രാൻസ്ഫർ FIR എന്നുള്ള നിലയിൽ കൽപ്പറ്റ കോടതിയിലേക്ക് കൈമാറുകയും 21 പ്രതികൾ എന്നുള്ള അർത്ഥത്തിലേക്ക് CBI ഈ FIR സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 21-ൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇനി ഡീനെയും ഒപ്പം തന്നെ സിദ്ധാർത്ഥിന്റെ സുഹൃത്തായിരുന്ന അക്ഷയെയും ഒക്കെ ഈ കേസിലേക്ക് പ്രതിപട്ടികയിലേക്ക് ചേർക്കുമോ എന്നുള്ളത് അറിയാനുണ്ട്. നിലവിൽ ഇവിടേക്ക് എത്തിയിട്ടുള്ള 4 അംഗ CBI സംഘം ഇവിടെ പൂക്കോട് വെറ്റിനറി കോളേജിൽ എത്തുകയും അവിടെ കൃത്യമായ അധ്യാപകരോടും അനധ്യാപകരോടുമൊക്കെ വിവരങ്ങൾ ചോദിക്കുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ മൊഴിയടക്കം ഇതിനോടകം തന്നെ CBI സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥിനെ പരസ്യമായി വിചാരണ ചെയ്തിട്ടുള്ള കോളേജിലെ ഹോസ്റ്റൽ മുറികൾ, ഒപ്പം തന്നെ സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് CBI സംഘം എത്തി തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ ചോദ്യം ചെയ്യലുകളിലേക്കാണ് കടക്കാനുള്ളത്. അത് CBI സംഘം അടുത്ത ദിവസങ്ങളിൽ കടക്കുമെന്നും അത്തരത്തിൽ കസ്റ്റഡിയും അറസ്റ്റും ഉൾപ്പെടെ ഉണ്ടായേക്കാനുള്ള സാധ്യതകളും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം തുടക്കം മുതൽ തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബം, അച്ഛൻ ജയപ്രകാശ് ആവശ്യപ്പെടുന്നതാണ്. മറ്റു ചില വിദ്യാർത്ഥികൾ, അക്ഷയ് ഉൾപ്പെടെയുള്ള സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കളുടെ പേരുകളും അച്ഛൻ ജയപ്രകാശ് തുടർച്ചയായി നമ്മളോട് ഉൾപ്പെടെ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയപ്രകാശ് CBI സംഘത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാകും. ഇന്നിപ്പോൾ ഈ CBI സംഘത്തിന്റെ പരിശോധനയ്ക്ക് പുറമെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കൂടി സിറ്റിംഗ് നടത്തുകയാണ്. എങ്ങനെയാണ് അവരുടെ നടപടികൾ, പരിശോധനകൾ പുരോഗമിക്കുന്നത്?
4 ദിവസമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സന്ദർശനം ഉണ്ടാവുക. പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ക്യാമ്പസിനകത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ മൊഴികൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തേക്ക് വന്നതാണ്. ആ റിപ്പോർട്ടിലടക്കം റാഗിംഗ് നടന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില പരാതികൾ നേരത്തെയും 2019-ലും 20-ലും ഒക്കെ സമാനമായ തരത്തിൽ ക്യാമ്പസിനകത്ത് റാഗിംഗ് ഉണ്ടായി എന്നുള്ള പരാതികൾ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി അത്തരം പരാതിക്കാരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തും. ഈ സംഭവം മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത തേടുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും ചെയ്യുക. അങ്ങനെയാണ് ക്യാമ്പസിനകത്തേക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങൾ എത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നത്. ബിനിൽ, ഓക്കെ, CBIയുടെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 4 ദിവസത്തെ സിറ്റിംഗ് ആണ് വയനാട്ടിൽ നടത്തുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ദീപക് മലയമയാണ് വയനാട് വൈത്തിരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.